ഗുഡ് ഈവനിങ്. ഹണി ട്രാവലർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പിസ്സ. ഇതെല്ലാം റെഡിയാക്കി ഇത് പിസ്സ സോസ് ക്യാരറ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തിനാ പിസ്സ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ബ്രെഡ് പിസ്സ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഹനി പറഞ്ഞ മാതിരി ബ്രെഡ് പീസ ഉണ്ടാക്കാൻ പോകുന്നത്. ഹനി പെട്ടെന്നാണ് ഡിന്നറിന് പീസ മതി പറഞ്ഞത്. അപ്പോൾ പിന്നെ ആക്ച്വൽ പീസേൻ്റെ ബേസ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല. അത് കാരണം ബ്രെഡ് വെച്ചിട്ട് പീസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹനി അതിന് ഓക്കെ ആയിരുന്നേ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒബ്വിയസ്ലി ബ്രെഡ് പീസയ്ക്ക് വേണ്ടിയിട്ട് ബ്രെഡ് വേണം. പിന്നെ ഇന്ന് വെജിറ്റബിൾ പീസയാണ് ഉണ്ടാക്കുന്നത്, കാരണം ചിക്കനൊന്നും ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ സവാളയും മാത്രമേ ഉണ്ടായുള്ളൂ. അത് കാരണം അതെടുത്തു. പിന്നെ പിസ്സ സീസണിങ് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിസ്സ സോസും ഉണ്ടായിരുന്നു. പിന്നെ ബട്ടർ വേണം. ഇത് മോസറല്ല ചീസാണേ. ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിസ്സ സോസ്. ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പായാലും മതി. പക്ഷെ നമുക്ക് ഒരു ആക്ച്വൽ പിസ്സയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് തന്നെ വേണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ചിക്കനൊക്കെ വയ്ക്കാം. ഇപ്പം ചിക്കൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെക്കണം. അപ്പം എൻ്റെ അടുത്ത് ചിക്കൻ ഇല്ലാത്ത കാരണം ഞാൻ ഇന്ന് എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണേ. ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. എന്നിട്ടാണ് ഇതിനകത്ത് വെക്കേണ്ടത്. കാരണം ഇതിൻ്റെ കുക്കിംഗ് ടൈം ഭയങ്കര കുറവാണേ. അപ്പോൾ നമുക്കിത് അത്രയും കുക്കാവാനുള്ള സമയമില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഗ്രീൻ കളർ ക്യാപ്സിക്കം ആണ്. ഗ്രീൻ കളർ ക്യാപ്സിക്കം അല്ലാണ്ട് നിങ്ങൾക്ക് റെഡോ യെല്ലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ ഉള്ളത് റെഡ് ക്യാരറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇനിയിപ്പോൾ വിൻ്റർ കഴിയുന്നത് വരെ ഈ ക്യാരറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഹൽവ ഉണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റാണേ. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നത് ഇനിയൊരു ദിവസം കാണിക്കാം. കാരണം പിസ്സ മോത്തിന് അത്ര ഇഷ്ടമുള്ള സാധനമല്ല. അതാണ് ഞങ്ങൾക്ക് മോത്തില്ലാണ്ട് പിസ്സ ഉണ്ടാക്കുമ്പോൾ വലിയ മനസ്താപമൊന്നുമില്ല. പക്ഷേ ക്യാരറ്റ് ഹൽവ മോത്തിന് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. അത് കാരണം അത് നമുക്ക് മൂന്ന് വന്നിട്ടുണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒലീവ്സും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് ഹനി പെട്ടെന്ന് പറഞ്ഞ കാരണം എനിക്ക് ഈ ഒലീവ്സ് ഒന്നും വാങ്ങിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ മൂന്നും ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ രാത്രി പോകുന്നത് ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഒലീവ്സ് ഇല്ല. ഒലീവ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസാണ് ഇടുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് മോസറല്ല ചീസ് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ചീസ് ഷീറ്റില്ലേ സാൻഡ്വിച്ചിനകത്തൊക്കെ വെക്കുന്നത്, അത് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ചീസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലുള്ള ചീസ് എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ലോണം തണുപ്പ് മാറിയ ശേഷം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം മെൽട്ടാവണേ. നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാനിലത്തെ ചെറിയ ചൂടിന് ഇത് നല്ലോണം മെൽട്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുപ്പ് മാറുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അടുത്ത് നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പിസ്സ സീസണിങ്. അപ്പോൾ അതല്ല, ഇങ്ങനെ പിസ്സ സീസണിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാണ്ട് നോർമൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് അടുത്തത് ചേർക്കേണ്ടത്. നമ്മൾ പിസ്സ സീസണിങ് ചേർക്കുമ്പോഴാണ് ഇതിന് പിസ്സയുടെ ആക്ച്വൽ ഫ്ലേവറും കിട്ടുന്നത്, ടേസ്റ്റും. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കണം. അതായത് നമ്മുടെ ഉണക്കമുളക് ചതച്ചത്. പക്ഷെ ഇതിപ്പോൾ ഹനിക്ക് കഴിക്കാനായത് കാരണം എരിയും എന്നുള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അത് അതിനകത്ത് ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് ഇത് വയ്ക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് അതിനകത്ത് വെച്ചു. എന്നിട്ട് സ്റ്റൗ ഏറ്റവും ചെറിയ തീയിലായിട്ട് നമ്മൾ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ കൂടിപ്പോരുത്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ അടിവശം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു 3-4 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക. ഇതേപോലെ ഗ്ലാസ് ലിഡാണെങ്കിൽ നമുക്ക് ഈ ചീസ് മുഴുവൻ മെൽട്ടായി കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് പിന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ചൂടോടെ സെർവ് ചെയ്യണം. അപ്പോൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ അല്ലാണ്ട് നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത സ്ലൈസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. ഹനിക്ക് ചെയ്യണം നിർബന്ധം. അപ്പോൾ അടുത്ത ബ്രെഡ് സ്ലൈസ് ഇതേ ഹനി റെഡിയാക്കുന്നുണ്ട്. പിസ്സ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് മതി. ചീസ് ഇതേ ചീസൊക്കെ നല്ലോണം മെൽട്ട്. ഞാൻ പറഞ്ഞ മാതിരി 3 മിനിറ്റ് ഞാൻ വെച്ചു ഏറ്റവും ചെറിയ തീയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ചു. ഇപ്പോൾ അതേ കണ്ടോ, ഇതൊക്കെ മെൽട്ടായി, ചീസൊക്കെ മെൽട്ടായി. നല്ല സുന്ദരൻ പിസ്സ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഹനിക്ക് കഴിക്കാൻ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് മൈക്രോവേവിൽ ചെയ്ത് കാണിക്കാമേ. ഞാൻ ഓൾറെഡി 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ നമ്മുടെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് സ്ലൈസ് ആദ്യം ഒരു 3 മിനിറ്റ് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ 3 മിനിറ്റിൽ ആവുമെന്നുണ്ടെങ്കിൽ, അതായത് ചീസൊക്കെ മെൽറ്റ് ആവുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ മിനിറ്റും കൂടി വയ്ക്കാം. അപ്പോൾ അത് കാരണം നിങ്ങളുടെ മൈക്രോവേവിൻ്റെ പവർ എത്ര പെർസെൻറ്റേജിലായിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചില പവർ കൂടുതലുള്ളതാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമുക്ക് 3 മിനിറ്റ് വെച്ച് നോക്കാം. 3 മിനിറ്റിൽ ചീസൊക്കെ മെൽറ്റ് ആവുമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 1 മിനിറ്റോ ഒന്നും കൂടി അധികം സമയം വെച്ചിട്ട് എടുത്താൽ മതി. മൈക്രോവേവിൽ വെച്ച പിസ്സ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി 2 മിനിറ്റ് 30 സെക്കൻഡ് എടുത്തുള്ളൂ. അപ്പം തന്നെ മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് എടുത്തു. നമ്മുടെ അതേ മൈക്രോവേവിലുള്ള പിസ്സ ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു മൈക്രോവേവിലാണ് നമുക്ക് കുറച്ചും കൂടി നല്ലോണം ചീസ് മെൽട്ടായി കിട്ടുന്നത് പാനിൽ വെക്കുന്നതിനേക്കാളും. അപ്പോൾ നമുക്ക് 2 രീതിയിലും ചെയ്യാം. അങ്ങനെ നമ്മള് ബ്രെഡ് പിസ്സ റെഡിയായി തിന്നു. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് പിസ്സ. അപ്പം നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ എന്തെന്ന് പറയാം. സൂപ്പർ ഉമ്മ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിന്റെ അതിൽ എഴുതിയിരിക്കണം. എന്നിട്ട് ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞാൻ കഴിക്കാം.